എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് നമുക്കുണ്ടാക്കുന്ന കുറച്ച് സൈഡ് ഇഫക്ട്സിനെ കുറിച്ചാണ്. നമ്മൾ പലരും തടി കുറയും, വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇത് അറിയാതെ നിങ്ങൾ ഡയറ്റ് ദയവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യരുത്. ഇത് സയൻസ് ബേസ്ഡ് ഒരു സ്റ്റഡിയാണ്. ഒന്നാമത്തെ കാര്യം മസിൽ ലോസ്. അതായത് നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫുൾ മീൽ നമ്മൾ രാവിലെ തൊട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നില്ല. രാവിലെ തൊട്ട് വൈകിട്ട് വരെ. അപ്പോൾ നമ്മളുടെ ഡയറ്റിൽ മതിയായ പ്രോട്ടീൻ ഇല്ലെങ്കിൽ മസിൽ ലോസ് ഉണ്ടാവും. നമ്മുടെ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ അത്ലറ്റ്സിന്റെ കാര്യം എടുത്താൽ അവരാരും ഈ കൂടുതൽ നേരം ഫാസ്റ്റ് ചെയ്യാറില്ല. അവരൊരു 12-12 വിൻഡോ അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. കാരണം കൂടുതൽ നേരം അങ്ങനെ കഴിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ മസിൽ ലോസിന് കാരണമാവും. അത് മാത്രമല്ല, കൂടുതൽ നേരം കഴിക്കാണ്ടിരിക്കുന്നതല്ല, കഴിക്കുന്ന സമയത്ത് മതിയായ പ്രോട്ടീൻ ഇല്ല എന്നുണ്ടെങ്കിൽ മസിൽ ലോസിന് കാരണമാവും. അടുത്തതായിട്ട് ചില ആൾക്കാരിൽ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹെഡേക്ക് ഉണ്ടാകാറുണ്ട്, ബ്ലോട്ട് ചെയ്യാറുണ്ട് വയറ്, ഉറക്കം ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്, ഡീഹൈഡ്രേറ്റഡ് ആകാറുണ്ട്. അതൊക്കെ നമുക്കൊരു കുറച്ച് ദിവസം കൊണ്ടൊക്കെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അടുത്ത ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഷുഗർ സ്പൈക്ക്. നിങ്ങളിപ്പോൾ ഡയബറ്റീസ് ഉള്ളവരാകട്ടെ, PCOD ഉള്ളവരാകട്ടെ, ഹോർമോണൽ ചേഞ്ചസ് ഉള്ളവരാകട്ടെ, കുറേ നേരം ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് രാവിലെ നമ്മൾക്ക് ഹെൽത്തി കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ക്രേവിങ്സ് ആയിരിക്കും പല സാധനങ്ങളോടും. നമ്മൾ ഫാസ്റ്റിംഗ് എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും അതിൻ്റെ എഫക്റ്റ്. അപ്പം നമ്മൾ പെട്ടെന്ന് ഷുഗർ ഉള്ള ഒരു ഫുഡ്, അങ്ങനെ ഒരു ഭയങ്കര സ്റ്റാർച്ചി ആയിട്ടുള്ള ഒരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമ്മുടെ ഷുഗർ സ്പൈക്ക് ചെയ്യും. എന്നിട്ട് പെട്ടെന്ന് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറഞ്ഞിട്ട് നമുക്ക് വീണ്ടും ക്രേവിങ്സ് കൂട്ടും. അപ്പോൾ നിങ്ങൾ ഫാസ്റ്റിംഗ് എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും അതിൻ്റെ ഒരു എഫക്റ്റ്. അടുത്തതായിട്ട് നമ്മൾ ഫുൾ മീൽ കംപ്ലീറ്റ് ആക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ കഴിക്കുന്ന എത്ര നേരമാണോ കഴിക്കുന്നത് ആ നേരത്തൊന്ന് ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഡെയിലി റിക്വയർമെൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീന് അതിന് ഓരോ അളവുണ്ട്. ആ അളവ് നമുക്ക് മിസ്സായി പോകും. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ആകട്ടെ, വൈറ്റമിൻ സി ആകട്ടെ, കാൽഷ്യം ആകട്ടെ, അയൺ ആകട്ടെ, പ്രോട്ടീൻ ആകട്ടെ, ഇതൊക്കെ നമുക്ക് മീറ്റ് ചെയ്യേണ്ടി പറ്റും. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് നിങ്ങൾ ചിലപ്പോൾ ഒരു ദിവസം 4 നേരം കഴിച്ചിട്ട് കിട്ടാത്ത വൈറ്റമിൻസും മിനറൽസ് ആയിരിക്കും. നിങ്ങളത് ഒരു 3 നേരം വരുമ്പോൾ അതിലും കുറഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുക. പിന്നെ വേറൊരു കാര്യം, ഓൾറെഡി നിങ്ങൾ ഡയറ്റിലുള്ള ഒരാളാണെങ്കിൽ കലോറി ഡെഫിസിറ്റ് ആയിരിക്കും ഡയറ്റ്. പിന്നെ അതിലും താഴ്ന്നു പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു 1200 കാലോറി ഫുഡ്, 1000 തൊട്ട് 1200 കാലോറി ഫുഡെങ്കിലും വേണം. അതിലും താഴെ കഴിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഓർഗൻസിനെ വരെ കാലക്രമേണ അഫക്റ്റ് ചെയ്യും, കൂടുതൽ വെയിറ്റ് ലോസ് വന്നു കഴിഞ്ഞാൽ. പിന്നെ സ്ത്രീകളിൽ കാണുന്ന ഒരു പ്രത്യേക പ്രശ്നമാണ് ഹോർമോണൽ ചേഞ്ചസ്. അതായത് നമ്മുടെ ഈ സർക്കേഡിയം റിതം കാര്യങ്ങളൊക്കെ മാറും. നമ്മുടെ മെറ്റബോളിസത്തിനൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഈ സമയത്ത് നമ്മുടെ ഹോർമോണൽ ചേഞ്ചസും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നിങ്ങൾ എന്താ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണെങ്കിൽ അത് ചിലർക്ക് ശരിയാകും, ചിലർക്ക് ശരിയാകില്ല എന്ന് പറയുന്ന പോലെയാണ്. എല്ലാവർക്കും ഒരുപോലെ അത് വർക്ക് ചെയ്യണമെന്നില്ല. ചില ആൾക്കാരിൽ പെട്ടെന്ന് ഷുഗർ താഴ്ന്നു തലകറക്കം, കൈവിറയൽ, അമിത വിശപ്പ്, വിയർപ്പ്, ബലക്ഷയമൊക്കെ ഉണ്ടാകാറുണ്ട്. പിന്നെ ചില ആൾക്കാർ ഫാസ്റ്റിംഗ് കഴിയുമ്പോൾ കൂടുതലായിട്ട് കഴിക്കും. നമ്മൾ വണ്ണം കുറയ്ക്കാനാ കഴിക്കുന്നതെന്നുള്ളൊരു ബോധമില്ലാതെ കൂടുതലായിട്ട് ഓവർ ഈറ്റ് ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പ്രോട്ടീൻ, ഫൈബർ, വൈറ്റമിൻസ്, മിനറൽസ് ഇത് കറക്റ്റായിട്ട് ലഭിക്കാതെ പോകും. ഹോർമോണൽ ചേഞ്ചസ് വരും. പീരിയഡ്സിന് സൈക്കിൾ ചിലപ്പോൾ ഒന്ന് ചേഞ്ച് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രോട്ടീൻ ബാലൻസ് ചെയ്ത് കഴിക്കുക, കാലറി ബാലൻസ് ചെയ്ത് കഴിക്കുക, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്യുക, വെള്ളം നന്നായിട്ട് കുടിക്കാൻ നോക്കുക, ഉറക്കം ശരിയാകുക,